വീണ്ടും ഒരു തുടർ ഭരണം LDFന് വരികയാണെന്നുണ്ടെങ്കിൽ, താങ്കൾക്ക് ഇതേ വകുപ്പ് തന്നെ ലഭിക്കുകയാണെന്നുണ്ടെങ്കിൽ, അടുത്ത 5 വർഷത്തിനുള്ളിൽ കേരളത്തിൽ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയായിരിക്കും? അല്ല, ഒരു കാര്യം ഞാൻ പറയാം, ആര് വരുന്നു എന്നുള്ളതല്ല. ഇപ്പോൾ ഞാൻ മത്സരിക്കുമോ, ഞാൻ മന്ത്രിയാകുമോ, അതെല്ലാം പാർട്ടി മുന്നോട്ട് തീരുമാനമാണ്. പക്ഷെ ഒരു കണ്ടിന്യൂറ്റി ഉണ്ടാകണം. ഇപ്പോൾ കേരളം ഇങ്ങനെ മാറാൻ കാരണം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഞാൻ തുടങ്ങുമ്പോൾ 28ാം സ്ഥാനത്താണ് റാങ്കിങ്. പക്ഷേ അത് ആ നേരത്തെ ഗവൺമെൻറ് കുറേ കാര്യങ്ങൾ വരുത്തിയത്, അതിൻ്റെ ഗുണം കിട്ടാൻ തുടങ്ങിയത് ഇപ്പോൾ വന്നപ്പോൾ ഈ കണ്ടിന്യൂറ്റിയാണ്. ഞങ്ങൾ അതിൽ നിന്ന് കുറേ കൂടി പിന്നെ ഇത് വരുത്തിയിട്ട് എന്തുകൊണ്ട് വന്നില്ല? ഞങ്ങൾ സംരംഭകരിലേക്ക് പോയി, അവരിന്ന് പഠിച്ചു, മാറ്റം വരുത്തി. ഇപ്പോൾ വന്നിട്ടുള്ള ഈ 5 വർഷത്തെ ഒരു 10 വർഷത്തെ തുടർച്ചയായ മാറ്റം ഉണ്ടല്ലോ, ഇതിൻ്റെ ശരിയായ വിള നമുക്ക് കൊയ്യാൻ കഴിയണമെങ്കിൽ കണ്ടിന്യൂറ്റി ഉണ്ടാവണം. അതിന് മസ്റ്റായിട്ട് ഇടതുപക്ഷം വന്നവർ ഞാൻ പറയുന്നത്, ഇങ്ങനെ പോവുകയാണെങ്കിൽ ഇപ്പോൾ നമ്മുടെ ഒരു ഫ്ലോ ചാർട്ട് ഉണ്ടല്ലോ. ഇപ്പം എൻ്റെ ഓഫീസിൽ നിങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ അറിയാം, ഇനി എത്ര ദിവസമുണ്ട്, എത്ര മണിക്കൂറുണ്ട്, എത്ര മിനിറ്റ് ഉണ്ട്, എത്ര സെക്കൻഡ് കൗണ്ട് ഡൗൺ ഞാൻ മന്ത്രിയായി അന്ന് പോലും വെച്ചിട്ടുണ്ട്. അതിനനുസരിച്ച് എനിക്കൊരു ആക്ഷൻ പ്ലാൻ, റോഡ് മാപ്പ് ഉണ്ടായിരുന്നു. അത് എനിക്ക് മാത്രമല്ല, എൻ്റെ ഓഫീസേഴ്സിനെല്ലാം ഉണ്ട്. ആദ്യത്തെ മാസം ഞങ്ങൾ അന്ന് ഫസ്റ്റ് മാസത്തിൽ കൂടിയപ്പോൾ ചില ഇൻവെസ്റ്റ് സമ്മിറ്റ് വന്നു. ഞാൻ പറഞ്ഞൊരു 3 വർഷം കഴിഞ്ഞിട്ട് മതി. ഇൻവെസ്റ്റ് സമ്മിറ്റ് ഇന്ന് തുടങ്ങണം നമ്മൾ. ബട്ട് ഇറ്റ് ഈസ് നോട്ട് ആൻ ഇവൻറ്റ്, ഇറ്റ് ഈസ് എ പ്രോസസ്സ്. അതിൻ്റെ ഒരു ഘട്ടം മാത്രമായിരിക്കും സമ്മിറ്റ്. അപ്പോൾ അത് പോയി. ഇപ്പോൾ നമ്മൾ ഡാഷ്ബോർഡ് വെച്ചിട്ട് എല്ലാ വെഡ്നസ്ഡേയും ഞങ്ങളുടെ മീറ്റിംഗ് ഉണ്ട്. ഇന്ന് എത്ര വന്നു, പ്രോഗ്രസ് വന്നു, അതിനിപ്പുറത്ത് ചിത്രങ്ങളുണ്ടാവും. ഓഫീസേഴ്സ് പോയിട്ട് അവർ വെച്ച ചിത്രം, ഇപ്പുറത്ത് അവരുടെ കോൺവെർസേഷൻ ഉണ്ടാവും, എന്താണ് പ്രശ്നം, ഇനി മറ്റൊരു ഫീഡ്ബാക്ക് ഉണ്ടാവും. ഇത് വെച്ചിട്ട് ഞങ്ങളിരിക്കും, അതെന്ത് ചെയ്യും, ഇതിപ്പോൾ എന്ത് പറ്റും, ഇതെങ്ങനെ പറ്റും, ഏത് വകുപ്പ് വേണം, അതിന് അന്ന് വിളിക്കണോ, അപ്പോൾ തന്നെ ഞങ്ങൾ മറ്റ് സെക്രട്ടറിമാരായിട്ട് വിളിക്കും. ഇനി CM ലെവലിൽ വേണോ, CM ലെവലിൽ വിളിക്കും. അങ്ങനെ ഒരു 101 ഇപ്പോൾ കല്ലിട്ടല്ലോ. ഇത് പോയാൽ ഞാൻ പറഞ്ഞു 2027 ഇൻവെസ്റ്റ് സമ്മിറ്റ് എടുത്തു. ഇപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഞങ്ങളുടെ വകുപ്പിൻ്റെ 31 വിഷൻ ഇപ്പോൾ തന്നെ റിലീസ് ചെയ്തിട്ടുണ്ട്. 2031 വിഷൻ എങ്ങനെ കേരളത്തെ മാറ്റും. അതിലിപ്പോൾ ഇവിടെ കോട്ടയം ഒരു ഇൻഡസ്ട്രിയൽ ടൗൺഷിപ്പാണ്. വിഴിഞ്ഞത്തിൻ്റെ പൊട്ടൻഷ്യൽ ഉപയോഗിച്ച് ഓട്ടോമോട്ടീവ് കോൺക്ലേവ്, മാനുഫാക്ചറിങ് ക്ലസ്റ്റർ, അതുപോലെ തൃശ്ശൂർ റോബോട്ടിക്കിൻ്റെത്, കണ്ണൂർ, കോഴിക്കോട്, ഓരോ ജില്ലയിലും എന്തൊക്കെ വരുന്നു അതിൻ്റെ വിഷ്വലൈസേഷൻ ഞങ്ങൾ VR AR പ്രസൻറ്റേഷൻ വരെയുണ്ട്. അതിപ്പോൾ പബ്ലിക് ഡൊമൈൻ ലഭ്യമാണ്. അപ്പോൾ അങ്ങനെ വന്നാൽ 5 കൊല്ലം കൂടി കഴിഞ്ഞാൽ കേരളം ലോകത്തിൻ്റെ നോളേജ് ഇൻഡസ്ട്രിയുടെ ഒരു ഡെസ്റ്റിനേഷനായി മാറും. ESG പോളിസി നമ്മൾ അംഗീകരിച്ച്, എൻവയോൺമെൻറ്റ് സോഷ്യൽ ഗവേണൻസ്. ഇപ്പോൾ ലോകത്തിന് ഇൻവെസ്റ്റ്മെൻറ്റ് അങ്ങനെ പോണത് അതിൻ്റെ പ്രധാന കേന്ദ്രവും. ഗ്ലോബൽ കേപ്പബിലിറ്റി സെൻറ്റർ 200 നമ്മളിവിടെ തുടങ്ങും. പിന്നെ നമ്മുടെ ചെറുപ്പക്കാർക്ക് ഇവിടെ തന്നെ പൂർണ്ണമായിട്ടും ജോലി ചെയ്യാൻ കഴിയും. പിന്നെ നമ്മൾ ഈ റിസർച്ച് കേന്ദ്രീകരിച്ചുള്ള പുതിയ തലമുറയുടെ ഇപ്പോൾ ഗ്രഫീൻ നമ്മൾ തുടങ്ങി. നമ്മൾ ന്യൂട്രോസ്യൂട്ടിക്കൽ സെൻറ്റർ ഓഫ് എക്സലൻസ് വന്നു. സെൻറ്റർ ഓഫ് എക്സലൻസ് ഓൺ സിന്തറ്റിക് ബയോളജി ഇവിടെ വന്നു. അതുപോലെ നമ്മുടെ വൈറോളജി ഇൻ്റർനാഷണൽ ലാബ് അവിടെ വന്നു. ഇങ്ങനെയൊക്കെ വരുന്ന പുതിയ ഫുഡ് ഇതിനകത്ത് വരുന്ന സപ്ലിമെൻറ്റ്, ഇപ്പോൾ പല സപ്ലിമെൻറ്റ് ഇവിടെ നിന്ന് പോകുന്നുണ്ട്, ലോകത്തിലേക്ക് തന്നെ പലതും പോകുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ള കേരളത്തിൻ്റെ ആ മേഖലയിലെ വ്യവസായം ഇപ്പോൾ നോളജ് ഇൻഡസ്ട്രിയുടെയും ഒരു ഹബ്ബായി കേരളത്തെ മാറ്റാൻ നമുക്ക് കഴിയും. അങ്ങനെ വരികയാണെങ്കിൽ നമ്മുടെ ചെറുപ്പക്കാർ വേറെങ്ങും പോകേണ്ടതില്ല, ഇവിടെ തന്നെ അവർക്ക് ജോലി ചെയ്യാനുള്ള അവസരങ്ങൾ ഒരുക്കുക. ഇതാണ് നമ്മുടെ പെർസ്പെക്റ്റീവ്. ശരിക്കും തുടർ ഭരണം എന്ന് പറയുന്നത് ഒരു ഗവൺമെൻറ്റിൻ്റെ ഒരു സ്ഥിരതയെ കാണിക്കുകയും, ആ ഗവൺമെൻറ്റിൻ്റെ സ്ഥിരത എന്ന് പറയുന്നത് ഇതുപോലെയുള്ള ആളുകൾക്ക് ആ ഒരു സംസ്ഥാനത്തോടോ അല്ലെ രാജ്യത്തോടോ ഉള്ളൊരു വിശ്വാസം വർദ്ധിപ്പിക്കുന്ന ഒരു കാര്യമാണ്. എനിക്ക് വിശ്വസിച്ച് ഇൻവെസ്റ്റ് ചെയ്യാം, പോളിസീസ് പെട്ടെന്ന് മാറില്ല എന്നുള്ള ഒരു വിശ്വാസം കൂടെ കൊടുക്കുന്ന ഒരു കാര്യമാണ്. പിന്നെ നമ്മൾ ട്രാൻസ്പെറൻ്റ് ആണ്. അതെ, കേരളത്തിൻ്റെ പ്രത്യേകത നമ്മളിപ്പോൾ ഞാൻ പറയും എല്ലാം ഓൺലൈനിലാണ്. ഇപ്പോൾ നമ്മുടെ ഓഫീസിൽ പോലും ആരും വരണ്ട. ഇപ്പോൾ ഞാൻ ജനിക്കുന്നതിന് മുമ്പ് ഉള്ള പ്രശ്നമായിരുന്നു ഈ ഇൻഡസ്ട്രിയൽ പാർക്കുകളുടെ സ്ഥലം കിട്ടുക, അതിൻ്റെ തർക്കം. ഇപ്പോൾ ഒന്നും വേണ്ട, നിങ്ങൾ ഓൺലൈനിൽ കയറിയാൽ മതി, മന്ത്രിയുടെ ഓഫീസിൽ വരണ്ട. നിങ്ങൾക്ക് ട്രാൻസ്പെറൻ്റ് ആണ്. ഒരാളിന്ന് മാറണോ 25,000 അടച്ചാൽ മതി, ആക്ടിവിറ്റി മാറണോ 10,000 അടച്ചാൽ മതി, എല്ലാം ഇപ്പോൾ ഓൺലൈനാക്കി കഴിഞ്ഞു. അപ്പോൾ ട്രാൻസ്പെറൻ്റ് ആണ്, ഹിഡൻ കോസ്റ്റ് ഇല്ല. നമുക്ക് ഈ തുടർച്ച ശരിക്കും കേരളത്തിൻ്റെ കുതിച്ചാട്ടത്തിന് ഒരു ഒഴിവാക്കാനാവാത്ത ഒരു മുന്നുപാധിയാണ്. ഞാനൊരു കേരളത്തിലെ ഒരു പ്രമുഖ ഒരു ബിസിനസ്സുകാരനുമായിട്ട് ഒരു സംസാരത്തിനിടയ്ക്ക് അദ്ദേഹം പറഞ്ഞൊരു വാചകമുണ്ട് എന്നോട്. കേരളത്തിൽ ബിസിനസ് ചെയ്യുകയാണെങ്കിൽ ലോകത്ത് എവിടെയും ബിസിനസ് ചെയ്യാനുള്ള ധൈര്യം കിട്ടും എന്നുള്ളത്. അപ്പോൾ അത് പല ബിസിനസ്സുകാരും പറയുന്നൊരു കാര്യം കൂടിയാണ്. കാരണം അത്ര വെല്ലുവിളികൾ നിറഞ്ഞ ഒരു മാർക്കറ്റാണല്ലോ കേരളം, പല കാര്യത്തിലും, കൺസ്യൂമറിൻ്റെ കാര്യത്തിലാണെങ്കിലും പല സംഭവത്തിലും. അപ്പോൾ അത്തരത്തിൽ പല ധൈര്യവും പല ആളുകൾക്കും കിട്ടുന്നുണ്ട് എന്നുള്ളത് കൂടെ നമ്മൾ പറയേണ്ട ഒരു കാര്യമാണ്.